ശബ്ദം. കരയിലെ ജീവികളെ സംബന്ധിച്ചിടത്തോളം ശബ്ദരൂപമായും സമ്മർദ്ദത്തോടെയും ശ്വാസകോശത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന വായു നേരിട്ട് പ്രവർത്തിച്ച് കമ്പനം കൊള്ളിക്കുന്ന ശരീരഭാഗമായ കണ്ഠം വായുവുമായുള്ള നിരന്തര ബന്ധം മൂലമായി ശബ്ദരൂപമായ സ്വനപേടകം ആയിത്തീരുകയും ജീവന്റെ ഇച്ഛയ്ക്കൊത്ത് ചലിക്കുകയും തരംഗങ്ങളായി ശബ്ദത്തെ വായുവിലേക്ക് നിക്ഷേപിക്കുന്നതിന് പ്രാപ്തിയുള്ളതായി വരികയും ചെയ്യുന്നു. ഊർജത്തിന്റെ സകല ഭാവങ്ങളുടെയും ശേഷിയുടെയും സംഗമത്തിന്റെ പ്രത്യക്ഷത ആയിരിക്കുന്ന പ്രകൃതി നിഷ്ഠയോടെയും ശക്തിയോടെയും പൂർണ്ണതയോടെയും ജീവനിൽ പ്രവർത്തിക്കുമ്പോൾ ആ ജീവൻ പ്രകൃതിയുടെ കാരണശക്തി വിശേഷമായ ഗുണസംഭരിതാവസ്ഥയും ശേഷിയുമായി തനത് പ്രവർത്തനമായി മാറുക തന്നെ ചെയ്യുന്നു. ഓരോ ജീവനും വ്യത്യസ്തതയോടെ പ്രകൃതിയെ ഉൾക്കൊണ്ടു നിൽക്കുന്നതിൻ്റെ കാരണമായി വരുന്നത് അനുഭവങ്ങളും പ്രവർത്തനങ്ങളും ആവശ്യങ്ങളുമായ വ്യത്യസ്തതകൾ ചേർന്നുത്ഭവിക്കുന്ന ഇച്ഛാശക്തി ഓരോ ജീവനിലും വ്യത്യസ്തമായിരിക്കുന്നു എന്നതിനാലാണ്. ജീവിയുടെ ആവശ്യങ്ങളും ഇച്ഛാശക്തിയുമെന്നത് പ്രകൃതിയുടെ സംഭരിതാവസ്ഥയിൽ നിന്ന് പ്രകൃതിയുടെ നിർമ്മിതിയായി സംഭവിക്കുന്ന പ്രകൃതി തന്നെയായ ജീവനിൽ പ്രവേശിക്കുന്ന ശേഷി അല്ലാതെ മറ്റെന്തെങ്കിലും ആവുന്നില്ല. അന്തരീക്ഷത്തിലെ സ്വാഭാവിക മർദ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ മർദ്ദത്തിലും നിരന്തരമായ തനത് താളത്തിലും വായുവിൻ്റെ പ്രവർത്തനം നടക്കുന്ന ശരീരഭാഗങ്ങൾ വായു ഉൾക്കൊള്ളുന്ന ശബ്ദതരമായ ചലനങ്ങളുടെ സ്വാഭാവിക ഗുണത്തേക്കാൾ കൂടുതൽ ശേഷിയാർജിക്കുന്ന പ്രവർത്തനക്ഷമതയാവുകയും ആവശ്യങ്ങൾ എന്ന ചിന്താ പദ്ധതികൾക്കും ജീവന്റെ ശേഷിക്കും ഒത്ത് വായുവിനെ ചലിപ്പിച്ച് ശബ്ദമാക്കി നിയന്ത്രിക്കാൻ പ്രാപ്തമായി തീരുകയും ചെയ്യുന്നു. ഭൗമപ്രതലത്തിലെ വായുവിന് സാധ്യമാവാത്ത വിധം ശ്വാസോച്ഛ്വാസം വഴി സാധ്യമാവുന്ന സവിശേഷമായ സമ്മർദ്ദത്തോടും താളാത്മകമായ നൈരന്തര്യത്തോടെയും ശബ്ദതരംഗങ്ങളെ ഉൾക്കൊള്ളുന്ന വായുബന്ധം സാധ്യമാകുന്ന കഴുത്തിന് ശബ്ദത്തിൻ്റെ നിക്ഷേപമാവാതിരിക്കാൻ സാധ്യമല്ലാതെ വരുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവതരമായി മറ്റു ജീവികളെക്കാൾ വികാസം സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് പ്രകൃതിഭാവങ്ങളെയെല്ലാം ഉൾക്കൊള്ളാൻ ആവും വിധം ശബ്ദത്തെ വൈവിധ്യവൽക്കരിക്കേണ്ടതും അനിവാര്യത ആയിട്ടിരിക്കുന്നു. ജീവന്റെ മനുഷ്യാവസ്ഥയിൽ കണ്ഠം പുറപ്പെടുവിക്കുന്ന ശബ്ദത്തെ സങ്കല്പത്തിന് ഒത്ത വിധം അർത്ഥപൂർണമാക്കുന്നതിന് സ്വതന്ത്രവും ശക്തവുമായ ചലനശേഷിയുള്ള നാവും ചുണ്ടുകളും താടിയെല്ലും ഉൾപ്പെടെ മുഴുവനായ വായുടെ പ്രവർത്തനം കൊണ്ട് പ്രാപ്തമായി തീരുകയും ചെയ്യുന്നു. ഇവിധം മനോനിലയുടെ ശബ്ദതരമായ ബഹിർഗമനത്തിന് വായുവുമായി ബന്ധമുള്ള സ്വതന്ത്ര ചലനമുള്ള എല്ലാ അവയവങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് നിലകൊള്ളുകയും ചെയ്യുന്നു. ഒരു ജീവി സ്വന്തം ജീവിതകാലത്തിനിടയ്ക്ക് ശ്വസന പ്രക്രിയ വഴി ഏറെയായ വ്യാപ്തത്തിൽ വായുവിനെ ജീവനിലേക്ക് വലിച്ചെടുക്കുകയും വായുവിൽ അടങ്ങിയിരിക്കുന്ന തരംഗതരമായ പ്രകൃതി ചലനങ്ങൾ എന്ന സവിശേഷ ഊർജ വൈഭവങ്ങളെ ജീവിതാന്ത്യം വരെ ജീവനിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ശ്വസന പ്രക്രിയയിലൂടെ ഉപയോഗപ്പെടുത്തുന്ന ജീവരൂപത്തെക്കാൾ വളരെയധികം വ്യാപ്തമുള്ള വായുവിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതി ചലനങ്ങളെ സൂക്ഷ്മമായി പേറുന്ന തരംഗങ്ങളെ ജീവരൂപത്തിൽ പ്രവേശിപ്പിച്ച് ശബ്ദമായി പരിവർത്തിതമാക്കത്തക്ക വിധമുള്ള പ്രകൃതിയുടെ തന്നെ നിർമ്മിതി എന്നത് കഴുത്തിലെ അല്പമാത്രമായ അവയവം ആയിത്തീരുകയും ചെയ്യുന്നു. ശബ്ദരൂപമായ സ്വനപേടകം എന്ന സങ്കീർണ അവയവം പ്രാതിനിധ്യതരമായി ഉൾക്കൊള്ളുന്നത് പ്രകൃതി ചലനങ്ങൾ എന്ന വൈവിധ്യങ്ങൾ പേറുന്ന അനുഭവങ്ങളെയും ജീവൻ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്ന വായു എന്ന അതിവിശാല സംഭരിതാവസ്ഥയുടെ സൂക്ഷ്മ യോഗ്യതകളെയും ആകുന്നു. പ്രകൃതി ചലനങ്ങളുടെ പ്രതിഫലനങ്ങളായ തരംഗ വൈവിധ്യങ്ങളെ ജീവൻ സൂക്ഷ്മമായി ഉൾക്കൊള്ളുകയും സ്വനപേടകം എന്ന വളരെ ചെറുതായ ഒരു അവയവത്തിൻ്റെ യോഗ്യതയായി മാറുകയും ചെയ്യുമ്പോൾ വായുവിൻ്റെ സാധാരണ വിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തം എന്ന് തോന്നിപ്പോവുന്ന വിധത്തിലുള്ള
ഒരു ശക്തമായ പ്രവർത്തനശേഷിയായി ശബ്ദമായി പരിണമിക്കുന്നത് സ്വാഭാവികം മാത്രം. ചലനതരമായ പ്രകൃതിഭാവങ്ങളെ ഉൾക്കൊള്ളുന്നതിലൂടെ ജീവികളിൽ നിക്ഷിപ്തമാകുന്ന ശബ്ദ നിർമ്മാണ ശേഷി എന്നത് വാസ്തവത്തിൽ പ്രകൃതിയുടെ ഖര ദ്രവ സവിശേഷതകളും പ്രകാശവും ആകർഷണ ഗുണവും ഒത്തുചേരുന്ന ശേഷി വൈഭവവും കൂടി ആകുന്നു. പ്രകൃതിയുടെ ചലനതരമായ മുഴുവൻ വൈഭവങ്ങളും പ്രകാശവും ആകർഷണവുമായ അവസ്ഥകളുടെ സത്തയും സംഗമിക്കുന്ന ശബ്ദം ജീവനിൽ അറിവിനെ നിറയ്ക്കുന്ന എല്ലാ ഗുണങ്ങളും ചേർന്ന അർത്ഥവത്തായ തികവ് എന്നതായി മാറുന്നത് സ്വാഭാവികം മാത്രം. ശബ്ദം ജീവന്റെ അതിവിശിഷ്ട ശേഷിയായ സങ്കല്പവുമായി ചേർന്ന് മറ്റ് ജീവനുകളിലേക്ക് പ്രവഹിക്കുമ്പോൾ ജീവനുകളെ സ്വാധീനിക്കുന്ന പ്രധാന അവസ്ഥാ പരിണാമ കാരണശക്തിയും ഒപ്പം അറിവും ആയിത്തീരുന്നു. ജന്മാന്തരങ്ങൾ കടന്ന് വ്യത്യസ്തങ്ങളായ നിരവധി ജീവരൂപങ്ങളിലായി പ്രവർത്തിച്ചതിൻ്റെ മൊത്തം പരിണതി എന്നതായി സങ്കീർണ ഘടനയുള്ള മനുഷ്യ ശരീരം പ്രാപ്തമാവുന്ന ജീവശേഷികൾക്ക് വായുവിനെ ഇച്ഛയ്ക്ക് ഒത്തവിധം ചലിപ്പിച്ച് ശബ്ദമാക്കി എങ്ങനെയും പ്രവർത്തിപ്പിക്കുന്നതിന് സാധ്യവുമായി വരുന്നു. വായുവുമായി ഏറ്റവുമധികം സമ്പർക്കം പുലർത്തുന്ന ശരീരഭാഗം ശ്വാസകോശമോ നാസാദ്വാരങ്ങളോ ഒക്കെ ആകുന്നുവെങ്കിലും ഈ അവയവങ്ങളിൽ പ്രവർത്തിക്കുന്ന വിധത്തിലല്ല കണ്ഠത്തിൽ വായുവിൻ്റെ പ്രവർത്തനം നടക്കുന്നത് എന്ന് കാണാം. നാസാദ്വാരങ്ങളിലൂടെ വായുവിനെ ശക്തമായി ശരീരത്തിലേക്ക് വലിച്ചെടുക്കുമ്പോൾ കണ്ഠത്തിനും മൂക്കിന്റെ ദ്വാരത്തിനുമിടയ്ക്കുള്ള കഴുത്തിലെ സ്വതന്ത്ര മേഖലയിലുള്ള വായു പ്രവർത്തനം ശ്വാസകോശത്തിൻ്റെയോ മൂക്കിൻ്റെയോ സ്വന്തമായ അനുഭവമാകുന്നില്ല. ചലനാത്മകമായ അവസ്ഥയെ ജനിപ്പിക്കാൻ കഴിവുള്ള അവയവങ്ങൾ കഴുത്തിൻ്റെ അടുത്ത ഭാഗമായ വായിൽ നിലകൊള്ളുന്നതിനാൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന അവയവത്തിന് കഴുത്തിലായിട്ടല്ലാതെ ഉൽപ്പത്തിയായി നിലകൊള്ളുവാനും സാധ്യമാകുന്നില്ല എന്ന് വരുന്നു. ചലനതരമായി സംഭവിക്കുന്ന പ്രകൃതിയുടെ ഓരോ പ്രവർത്തനവും അർത്ഥവത്തും ഫലവത്തും പൂർണ്ണതയും അഥവാ അങ്ങനെ ആവാതിരിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിലും ആവുന്നതുകൊണ്ട് ഒരു ദൃശ്യവസ്തുവിൻ്റെയോ വാതകം പോലുള്ള അദൃശ്യമായ നിലനിൽപ്പുകളുടെയോ പ്രവർത്തനത്തിലെ ചെറിയൊരു അനുഭവ വ്യതിയാനം പോലും ജീവരൂപത്തിൻ്റെ ഒരു വിശേഷാൽ നിർമ്മിതിക്ക് പ്രേരകമായി തീരുകയും ചെയ്യുന്നു. ജീവനെ നിലനിർത്തുന്നതിനായി പ്രവർത്തിക്കുന്ന വായുവിനെ മനനത്തിനൊത്ത് ചലിപ്പിച്ച് ശബ്ദമാക്കി സ്വരങ്ങൾ കൊടുത്ത് അർത്ഥപൂർണമാക്കി മറ്റു ജീവനുകളെ സ്വാധീനിക്കുന്ന നാവ് ശരീരത്തിലെ സുപ്രധാന അവയവം ആയിത്തീരുകയും ചെയ്യുന്നു. പ്രകൃതി വിശേഷങ്ങളെ ശബ്ദമാക്കി മറ്റ് ജീവനുകളിൽ സൂക്ഷ്മതരമായി നിക്ഷിപ്തമാക്കാൻ പ്രാപ്തമായ നാവിന് പിഴയ്ക്കുകയെന്നാൽ ജീവന്റെ വൈഭവവും ചിന്താശേഷിയും പിഴയ്ക്കുന്നതായാണ് മനസ്സിലാക്കാനാവുന്നത്. ജീവന്റെ വൈഭവവും ചിന്താശേഷിയും പിഴയ്ക്കുന്നതിലൂടെ ഒരു ജീവനിൽ നിക്ഷിപ്തമായ പ്രകൃതിയുടെ അതീവ സൂക്ഷ്മോർജ സംഗമ വിശേഷത എന്ന പ്രവർത്തനത്തിന് പിഴ പറ്റുന്നതായി വരികയും ചെയ്യുന്നു. പ്രകൃതിയെ സൂക്ഷ്മതരമായി ഉൾക്കൊള്ളുന്ന ഓരോ ജീവന്റെയും പിഴയിലൂടെ സംഭവിക്കുന്നത് ജീവൻ എന്ന നിരന്തര പ്രവർത്തനം സാധ്യമാക്കുന്ന വായുവിൻ്റെയും സകല ഊർജവിശേഷങ്ങളുടെയും ദുഷിപ്പാകുന്നു. കരയിലെ ജീവികളെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും അധികമായി ജീവപ്രവർത്തനത്തിനോട് നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നത് വായു ആയതുകൊണ്ടും വായു എല്ലാ ജീവനുകൾക്കും ഒരേപോലെ ആവശ്യമായതുകൊണ്ടും ശബ്ദവിനിയോഗത്തിലൂടെയുള്ള ദുഷിപ്പ് എന്നത് മുഴുവൻ ജീവനുകളുടെയും യോഗ്യതയ്ക്ക് സംഭവിക്കുന്ന ദോഷവും ആയിത്തീരുന്നു. പ്രകൃതിയിൽ സംഭവിക്കുന്ന സ്ഫോടനമോ ചലനതരമായ മറ്റ് സംഭവങ്ങളോ ജീവനിൽ ചെലുത്തുന്ന സ്വാധീനം എന്നതുപോലെ തന്നെ ഒരു ജീവശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം പ്രകൃതിയുടെ പ്രവർത്തന സത്തയാകുന്ന മറ്റു ജീവനുകളിൽ പ്രവേശിച്ച് ആനുപാതികമായ സ്വാധീനം ആയിത്തീരുക തന്നെ ചെയ്യുന്നു. ശബ്ദം ജീവരൂപത്തിൽ നിന്ന് ഉത്ഭവിച്ച് മറ്റു ജീവനുകളിൽ അറിവായി നിക്ഷിപ്തമായി തീരുന്നു എന്നതിനാൽ നാവ് പിഴയ്ക്കുക എന്നത് ജീവന് പിഴയ്ക്കുക എന്നതായിരിക്കുകയും ജീവന് പിഴയ്ക്കുന്നതെന്തും പ്രകൃതിയുടെ പിഴകളായി
ജീവനുകളെ ബാധിക്കത്തക്കവണ്ണം സൂക്ഷ്മമായി പ്രകൃതിയിൽ തന്നെ നിക്ഷിപ്തമാവുകയും ചെയ്യുന്നു. നാവിൻ്റെ പിഴ അഥവാ ശബ്ദം എന്ന പ്രകൃതി വിനിയോഗത്തിൽ സംഭവിക്കുന്ന പാളിച്ച ദുരനുഭവമാവുകയും ചിലപ്പോഴെങ്കിലും തലമുറകളിലേക്ക് പകർന്നു നിൽക്കുന്ന അറിവുകെട്ട പ്രവർത്തനങ്ങൾ ആയിത്തീരുകയും ചെയ്യുന്നു. നാവിൻ്റെ നന്മയെന്തോ അത് പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ആകെ നന്മയും സമ്പന്നതയുമായി വരികയും ചെയ്യുന്നു. പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ തുല്യഫലങ്ങൾ ഉറപ്പാക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ആയതുകൊണ്ട് ഉയർന്ന ചിന്താശേഷിയിൽ വരുന്നതും പദ്ധതികളും താൽപ്പര്യങ്ങളും അറിവുകളും ഉള്ള മനുഷ്യർ വളരെ സൂക്ഷ്മതയോടും വിവേകപൂർവമായ ലക്ഷ്യബോധത്തോടും മാത്രം വിനിയോഗിക്കേണ്ട ഒന്നാണ് ശബ്ദം എന്ന് വരുന്നു. ശബ്ദത്തിന് സ്വരവും അർത്ഥവും കൽപ്പിച്ച് വാക്കുകളെ ജനിപ്പിക്കുമ്പോൾ ആ വാക്കുകൾ വാസ്തവത്തിൽ ജീവനിൽ സൂക്ഷ്മതരമായി വന്നണയുന്ന അനുഭവങ്ങൾക്ക് സംഭവിക്കുന്ന പരിണതിയായ ഇച്ഛകളുടെ ബഹിർസ്ഫുരണത്തെയാണ് കാണിക്കുന്നത്. എന്ന് പറയുമ്പോൾ ജീവനിൽ അനുഭവ വൈവിധ്യങ്ങൾ സംഗമിച്ച് പരിവർത്തിതമാവുന്ന ഇച്ഛകൾക്ക് ആവശ്യാനുസരണം ശബ്ദമായി വാക്കുകളായി ബഹിർസ്ഫുരണം സംഭവിക്കുന്നതിന് കഴിയുന്നുവെന്ന് മനസ്സിലാക്കാനാവുന്നു. മനുഷ്യന്റെ ചിന്ത കാരണമായി നടപ്പാവുന്ന മറ്റു പ്രവൃത്തികളിലൊന്നും ശബ്ദതരമായ എല്ലാം തികഞ്ഞ സംഗമ പ്രവർത്തനം പോലുള്ള അർത്ഥപൂർണത സംഭവിക്കുന്നതായി കാണാനാവുകയില്ല. വ്യാപ്തിയുടെ സവിശേഷത കൊണ്ട് തന്നെ വായു എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന പ്രാപഞ്ചികമായ ജീവകാരണാംശവും ജീവജാലങ്ങൾക്ക് എന്നേക്കും ഉപയോഗിക്കാനുള്ള പൊതുസ്വത്തും ആയതുകൊണ്ട് മനുഷ്യൻ ജനിപ്പിക്കുന്ന ശബ്ദം ജീവന്റെ ശേഷിക്കൊത്തും പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന് കാരണമായിരിക്കുന്ന ചിന്തയ്ക്കൊത്തും ജീവജാലങ്ങളുടെ എല്ലാം തന്നെ സ്വത്തായി വരികയും ചെയ്യുന്നു. ഇവിധത്തിൽ ശബ്ദത്തെ ക്രമീകൃതമാക്കി ഉന്നത ജീവനുകൾ ജനിപ്പിക്കുന്ന വാക്കുകൾ സമൂഹത്തിന്റെ നിയമങ്ങളും ക്രമീകരണങ്ങൾക്ക് കാരണവും ആയിത്തീരുന്നു. ഉന്നത ജീവനുകൾക്ക് സംഭവിക്കുന്ന വിചാരപരമായ പിഴകളിലൂടെ പുറപ്പെടുന്ന വാക്കുകൾ സാമൂഹികമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നത് വിഷമം പിടിച്ച കാര്യവും ആയിത്തീരുന്നു. എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്നതും പ്രയാസമേറിയതുമായ ജീവൻ സങ്കല്പങ്ങൾ കൊണ്ട് ക്രോഡീകരിച്ച ശബ്ദങ്ങൾ തന്നെയായ വാക്കുകൾ മനുഷ്യരാശിയുടെ സാംസ്കാരിക വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാന ശക്തി ആയിത്തീരുകയും ചെയ്യുന്നു.